ഹലോ, ഇന്നില്ലേ നമുക്ക് 5 തരം സമ്മർ ഡ്രിങ്ക് ലെമണിനെ കൊണ്ട് തയ്യാറാക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അടിപൊളി ഡ്രിങ്കുകളാണ് കേട്ടോ. ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള ഡ്രിങ്കുകളാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനാവശ്യമായിട്ട് ഞാൻ 3 വലിയ ചെറുനാരങ്ങൻ്റെ നീര് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് കസ്കസ് എടുത്തിട്ടുണ്ട്. കസ്കസ് ഇതുപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സി. ഇനി ഞാൻ ഒരു ക്യാരറ്റാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. ശേഷം 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ ഇത് അടിച്ചെടുക്കണം. ശേഷം ഇതുപോലെ ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുത്താൽ നമ്മുടെ ക്യാരറ്റ് ലെമൺ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്കസും കൂടി ചേർത്താൽ നമ്മൾ ക്യാരറ്റ് ഡ്രിങ്ക് തയ്യാറായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇതുപോലെ ചെറുനാരങ്ങൻ്റെ നീര് ചേർക്കാം. ചെറിയ കഷ്ണം ബീട്രൂട്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, തണുത്ത വെള്ളം ഇതുപോലെ അടിച്ചെടുത്ത് അരിപ്പയിൽ അരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നല്ല റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ അതിലേക്ക് കസ്കസ് ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. മൂന്നാമത്തെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൻറ്റ് ലൈമാണ്. അതിലേക്ക് ഒരു കൈപ്പിടി മിൻറ്റ്, ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ലെമണിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മിൻറ്റ് ലൈം തയ്യാറായിട്ടിട്ട് ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ മിൻറ്റ് ലൈം തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ചേർക്കാം. ഒരു കൈപ്പിടിയും അതുപോലെ തന്നെ ഒരു ഒന്നര കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ഒരു ഏലക്കായി, 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, നല്ല തണുത്ത വെള്ളം കൂടി കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് അടിച്ചെടുക്കാം. ശേഷം ഇതുപോലെ അരിച്ച് കഴിഞ്ഞാൽ നല്ല കോക്കനട്ട് മിൽക്കിൻ്റെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ലെമൺ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡിനെ കൊണ്ടുള്ള നല്ല പാൽ പോലെ കളറുള്ള ലെമൺ ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനാവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് വേണം, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീര് വേണം, പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ ഗ്ലാസ് പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു 2-3 ഇല പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല വെള്ളം ഒഴിച്ച് അടിച്ച് ചേർക്കാം. അരച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ഇതുപോലെ കസ്കസ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മിൽക്ക് മെയ്ഡിനെ കൊണ്ട് ലെമൺ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീഫ്രഷിംഗ് ആയിട്ടുള്ള 5 ഡ്രിങ്കും ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, മിൻറ്റ്, കോക്കനട്ട് മിൽക്ക് ആൻഡ് മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കേട്ടോ.